ഹലോ. ജനുവരി 23 അമ്മമ്മയുടെ വീട്ടിലെ താലപ്പൊലിയായിരുന്നു കേട്ടോ. അപ്പോൾ കസിൻസൊക്കെ 2 ദിവസം മുൻപേ വരുവേ. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ടു കഴിഞ്ഞ് താലപ്പൊലിയൊക്കെ ആഘോഷിച്ചിട്ടാണ് അവർ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ഗാനമേള കാണാൻ വന്നിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിലെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് പാടത്ത് വെച്ചിട്ടാണ് കേട്ടോ. പാടത്ത് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടാവേ. അപ്പോൾ അവിടെ ഷീറ്റൊക്കെ വിരിച്ച് അവിടെ വന്നിരിക്കുക. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ നല്ല രസമായിരുന്നു. ബാലയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ബാലയൊന്നുമില്ല, ഗാനമേള അങ്ങനത്തെ പരിപാടികളാണ് ഉണ്ടാവാറ്. ഗാനമേള 7 മണിക്കായിരുന്നു കേട്ടോ. ഗാനമേള കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ചായ കുടിക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഈ മസാലക്കടല കണ്ടത്. നീലക്കടലയിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയൊരു സംഭവമായിരുന്നേ. ഇതിൽ ഇട്ട മസാലപ്പൊടി എനിക്കിഷ്ടമായില്ല കേട്ടോ. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടുള്ള തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ഈ കാണുന്ന ചായക്കടി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ നല്ല തണുപ്പത്ത് ഈ ചായയും ഈ കടിയൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഒരു ഓർണമെൻറ്റ്സിൻ്റെ കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വളകളുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ലച്ചൂട്ടിക്ക് നമ്മൾ മാലയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടയത്തെ അമ്മമ്മ പറയുന്നുണ്ട് ഇവിടെ പ്രസാദമായിട്ടുണ്ട്, പക്ഷെ നല്ല തിരക്കാണ്, എങ്ങനെ പോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഗാനമേള അവസാനിക്കുന്നതിന് കുറച്ച് മുൻപ് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗാനമേള കഴിഞ്ഞ സമയത്ത് ഇറങ്ങുമ്പോൾ നല്ല തിരക്കുണ്ടാവേ. നമ്മൾ അതിന് മുമ്പ് തന്നെ ഒന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കതിന പൊട്ടിക്കേണ്ടി തോന്നുന്നു കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വൈകിട്ടായിരിക്കും കേട്ടോ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ പറയുമ്പോൾ എല്ലാത്തിനും ഓരോ സമയപരിധികളുണ്ടല്ലോ. ഗാനമേളയ്ക്ക് 10 മണിയാകുമ്പോഴേക്കും കഴിയണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഗാനമേള കഴിഞ്ഞതും ചെറുതായിട്ടുള്ള വെടിക്കെട്ടൊക്കെ ഉണ്ട്. ഇനി നാളെയാണ് താലപ്പൊലി കേട്ടോ. താലപ്പൊലി ദിവസം നൈറ്റും ഇതുപോലെ ഗംഭീരമായ വെടിക്കെട്ട് കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ. ആകാശത്ത് ഇങ്ങനെ പല നിറത്തിൽ കുഞ്ഞു നക്ഷത്രങ്ങളെ പോലെയൊക്കെ ഇങ്ങനെ മിന്നി മറിയുന്ന ഈ കാഴ്ച കാണാൻ മനോഹരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വണ്ടികൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി തിരക്ക് കൂടുള്ളൂ റോഡ് സൈഡ്. അപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി താലപ്പൊലി ദിവസത്തെ വെടിക്കെട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ പിങ്കിക്ക് ആരെങ്കിലും വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസിൻസിനെ കണ്ടപ്പോൾ തന്നെ പിങ്കിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ അമ്മായി എനിക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കർണാടകയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് ഞാൻ അമ്മായിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മായി എനിക്ക് വേണ്ടി അത് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിങ്കിക്കുട്ടി സന്തോഷത്തിൽ എല്ലാവരുടെ അടുത്തും പോയി ഇരിക്കണ്ടേ. അപ്പോൾ എല്ലാവരുടെയും ഒന്നൊക്കെ തൊട്ട് തലോടി അവൾക്ക് അപ്പോഴാണ് ഒന്ന് സമാധാനമാവുള്ളൂ. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തിയപ്പോഴേക്ക് തന്നെ 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനാണ്. ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാനൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഇളനീര് കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. നാച്ചുറലായിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് ഇളനീര് പൊട്ടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ പിങ്കിക്ക് നേരത്തെ തന്നെ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിങ്കി എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഓരോ പീസ് മേടിക്കുന്നുണ്ട്. ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നമ്മുടെ പിങ്കി മീനൂട്ടീൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നമുക്ക് ദോശയും ചട്നിയും തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നേ. അപ്പോൾ ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് നേരത്തെ ഇറങ്ങണേ. രാവിലെ നമ്മൾ മോക്ഷത്തമ്പലത്തിൽ പോകണ്ട കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ മിക്കവാറും നമ്മൾ മോക്ഷത്തമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മുട്ടൊക്കെ അറുത്തിട്ടാണ് പോവുക. അപ്പോൾ ഇപ്രാവശ്യം അമ്മായിയുടെ അച്ഛനും ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മോക്ഷത്തമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. നമ്മുടെ വേട്ടേക്കാരൻ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു മരമുണ്ട്. അതായത് പനമ്പട്ടേൻ്റെ മരമാണ്. പണ്ട് കാലത്ത് പട്ടക്കൊടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പട്ട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ. പിന്നെ ഇത് കരിഞ്ചേനയാണ്. പിന്നെ ഇതിൻ്റെ പേരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ കൃഷ്ണപ്പേരാളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തത്. പിന്നെ ഇവിടുത്തെ വവ്വാലുകളുടെ സൗണ്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആകർഷണീയം. പ്രകൃതിയോടിണങ്ങിയ ഒരു ക്ഷേത്രാങ്കണമാണ് കേട്ടോ നമ്മുടെ മോക്ഷത്തമ്പലം. അപ്പോൾ മുട്ടറക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ടോക്കണ് വിളിക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ പ്രസാദം ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ
നമ്മൾ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ച്. അപ്പോൾ ദേ ഇഡ്ഡലിയൊക്കെ കഴിച്ച ശേഷം ടോക്കൺ വിളിച്ച് നമ്മൾ മുട്ടക്കറുത്ത് ദേ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴി നമ്മൾ നക്ഷത്രവനത്തിൽ കയറുന്നുണ്ട്. നക്ഷത്രവനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ നക്ഷത്രത്തിൻ്റെ പേരിലും ഓരോ മരങ്ങളുണ്ടാവും, പിന്നെ ഗണങ്ങളുണ്ടാവും, പിന്നെ പക്ഷികൾ, മൃഗങ്ങൾ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്ന ഒരു ബോർഡാണ് കേട്ടോ. ആ ബോർഡ് വായിച്ച ശേഷം അവിടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ കെട്ടിടമുണ്ട്. അതിൻ്റെ അടുത്ത് പോയി പൈപ്പിൽ നിന്ന് ഒരു കുടം വെള്ളം എടുത്തിട്ട് നമ്മുടെ നക്ഷത്രത്തിൻ്റെ പേരിലുള്ള മരങ്ങൾ ഉണ്ടാവും കേട്ടോ അവിടെ. ആ ഓരോ മരത്തിൻ്റെ ഏത് നക്ഷത്രമാണെന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ 3 വലം വെച്ച് തൊഴുക എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു ദൈവഭക്തി ഉണ്ടാവും കേട്ടോ. നമ്മൾ മോക്ഷത്തമ്പലത്തിലേക്ക് കടന്നു വരുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ നക്ഷത്രവനം ഉള്ളത്. അപ്പോൾ ഇതേ നമ്മൾ നക്ഷത്രവനത്തിലൊക്കെ കയറി എല്ലാവരും അവരവരുടെ നാളിലും പിന്നെ നമ്മുടെ മീനൂട്ടി കുമ്മോളുടെ പേരിലൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മോക്ഷത്തമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴി ഉമ്മനഴിന്ന് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ദേ വീട്ടിലെത്തി പായസമൊക്കെ കഴിച്ചു. അപ്പോൾ ദേ അമ്മായിയുടെ സ്പെഷ്യൽ ബിരിയാണീൻ്റെ റെസിപ്പി എഴുതി തരികയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ദേ അമ്മയുടെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ വരട്ടിയതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ എല്ലാവരും കൂടി നമ്മൾ ലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പുഴ കാണാൻ പോകണം കേട്ടോ. എല്ലാ പ്രാവശ്യവും വരുമ്പോഴും നമ്മൾ പുഴയിലേക്ക് പോവും. ഇപ്രാവശ്യം അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിഞ്ഞതും ഒന്ന് പുഴയിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ അമ്മായിയുടെ അച്ഛന് നമ്മുടെ പുഴയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അമ്മായി ഇങ്ങനെ നമ്മുടെ പുഴയെക്കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ റോഡ് വഴിയാണ് കേട്ടോ ഫുള്ള് പുഴയിലോട്ട് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ നമുക്ക് കുളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് തൊടി വഴി വരാം. അപ്പോൾ ഇത് നമ്മുടെ പുഴയിലൊക്കെ വെള്ളം ഏകദേശം കുറവുണ്ട് നല്ലോണം. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ തുടക്കമായതുകൊണ്ടാവാം നമുക്ക് വെള്ളമൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പണ്ടത്തെ പുഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നിറച്ചും പാറകളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അണക്കെട്ട് കെട്ടിയപ്പോഴും അതേപോലെ ഈ ഒരു വെള്ളത്തിൻ്റെ തടയണൊക്കെ കെട്ടിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടോ പുഴയ്ക്ക്. അപ്പോൾ ഇതേ നമ്മുടെ പുഴ കഴിഞ്ഞ് തൊടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡുള്ള കാഴ്ചയാണത്. അപ്പോൾ അപ്പുറത്ത് കണ്ടില്ലേ ഈ പാറകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴകൾ. അപ്പോൾ ഈ ഭാഗം പോലെയായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ വന്ന വഴിയൊക്കെ. നമ്മുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ വരുമ്പോൾ ഈ ഒരു സൈഡാണ് ഞാൻ എപ്പോഴും കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പുറത്തെ സൈഡ് പറയുമ്പോൾ കുളിക്കാൻ അധികം സ്പേസ് ഉണ്ടാവില്ല. ഇവിടെ വരുമ്പോൾ പാറകളും പിന്നെ അധികം കുണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ. അപ്പോൾ ഇതേ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളത്തിൽ ഇറങ്ങണമൊന്നുമില്ല. ഇതേ മാമന് കുളിക്കാനൊക്കെ കൊതിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് താലപ്പൊലിയാണ്, നമ്മുടെ അമ്മമ്മൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അവിടെ തായമ്പകയ്ക്ക് തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ പാനയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ മോക്ഷത്തമ്പലത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ എന്തായാലും ഇനി തായമ്പകയ്ക്ക് എത്തുള്ളൂ വിചാരിച്ചു കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെയാണ് ഇനി പോകണുള്ളൂ. അപ്പോൾ ദേ കാലൊക്കെ കഴുകിയിട്ട് മീനൂട്ടി പരാതി പറയുന്നുണ്ട്. ഞാനിപ്പോൾ എന്തിനാ ഇപ്പോൾ കാല് കഴുകിയത്, ഈ മണലൊക്കെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതേ പോണ വഴിയിൽ നമ്മുടെ പോത്തങ്ങ കണ്ടു കേട്ടോ. പോത്തങ്ങ പറയുന്നത് പണ്ട് നമ്മൾ മേലൊക്കെ തേക്കാൻ ഉപയോഗിച്ചിരുന്നൊരു ചകിരിയായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ നടന്ന് അങ്ങനെ പുഴയൊക്കെ കടന്ന് വഴിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പോണ വഴി നമുക്ക് കാപ്പിക്കുരുവിൻ്റെ കൃഷി കാണാം കേട്ടോ. കാപ്പിക്കുരു അതായത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കാപ്പിക്കുരുകൾ. അപ്പോൾ മീനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇത് ചായയാണോ എന്നൊക്കെ. അപ്പോൾ തേയില ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാപ്പിക്കുരു ആണ്. ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് കാപ്പി ഉണ്ടാക്കുക, കാപ്പിപ്പൊടി ആവുക. അപ്പോൾ അതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് തോടൊക്കെ കടന്നിട്ട് തൊടിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ പോണ വഴി നമുക്ക് നമ്മുടെ മീൻകുളമൊക്കെ കാണാവേ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഫുള്ള് കവുങ്ങുന്തോട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ പ്രളയ സമയത്തൊക്കെ ഇവിടെ നിറച്ചും വെള്ളമായിരുന്നു. നമ്മൾ വരുന്ന വഴിയിലുള്ള റോഡുണ്ടല്ലോ, ആ റോഡ് വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ തറവാട്ടിലെ മീൻകുളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കയറ്റം കയറാനുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചൊക്കെ അങ്ങോട്ട് ദഹിച്ചു കൂട്ടോ, അത്രയ്ക്ക് വലിയൊരു കയറ്റാണ്. ഇനി ഇതൊരു വലിയൊരു കയറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കയറാൻ വയ്യ പറയുമ്പോൾ അപ്പോൾ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് റോഡിലേക്ക് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോഡും അത്യാവശ്യം ചെറിയൊരു കയറ്റാണ്. അപ്പോൾ പക്ഷേ ഇതിനെക്കാട്ടി വലിയ കയറ്റാണ് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ. അപ്പോൾ എന്തായാലും റോഡ് തന്നെയാണ് നല്ലത് എന്ന് അവർ പറഞ്ഞ്. സ്ഥിരം പോകുന്നവർക്ക് പോലും നല്ലൊരു ക്ഷീണം ഉണ്ടാവും ഈ കയറ്റം കയറുമ്പോൾ. പിന്നെ ഒന്നാമത് ഉച്ച സമയമാണ്. അപ്പോൾ ദേ നമ്മളെല്ലാവരും കൂടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കുട്ടിയച്ഛൻ്റെ കടയിൽ നിന്ന് ജീരക സോഡയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് നമ്മൾ ദേ റെസ്റ്റൊക്കെ എടുത്തു. ഈവനിങ് നമ്മൾ ടീ ഒക്കെ കുടിച്ച് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഞങ്ങളുടെ പഴയ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സിനെയൊക്കെ കണ്ട് പരിചയം പുതുക്കുകയാണ്. അപ്പോൾ ഈ വഴി പറയുമ്പോൾ പണ്ട് ഞങ്ങൾ എപ്പോഴും കളിക്കാനൊക്കെ വരും കേട്ടോ. അങ്ങനെ ഇവരുടെ വീട്ടിൽ ഇവരുടെ മക്കളുടെ കൂടെയൊക്കെ ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്ത് തായമ്പക തുടങ്ങിയിട്ട് അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ കുറച്ച് നേരം തായമ്പൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ചിങ്ങനെ നടക്കാം. നമ്മൾ താലപ്പൊലി ആകുമ്പോൾ ഇതുപോലെ കടകളൊക്കെ കയറി ഇറങ്ങും, പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ ദേ നമ്മൾ ചുറ്റിക്കറങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ഒരു കടയിൽ കയറിയപ്പോൾ കണ്ടതാട്ടോ കീ ചെയിൻസ്. എനിക്ക് ഈ പിങ്ക് കളറിലുള്ള പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി. ഇതിന് 50 രൂപയാണ് കേട്ടോ റേറ്റ്. അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. അപ്പോൾ നമ്മൾ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ കുറേ നടന്നു. അപ്പോൾ ദേ വീണ്ടും വേറൊരു കടയിലൊരു കീ ചെയിൻ കണ്ടു കേട്ടോ. ഇവിടെ പൂച്ചക്കുട്ടിക്ക് 40 രൂപയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ ഓരോ കടയിലും കയറി ഇറങ്ങണം. അപ്പോൾ ചില കടയിൽ ഇങ്ങനെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മേടിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതേ ഈ കീ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനും ഒന്നിന് 50 രൂപ 40 രൂപ മറ്റേ തോന്നുന്നു. അപ്പോൾ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഈ പൂച്ചക്കുട്ടീനെ പിന്നെ ഞാൻ മേടിച്ചില്ല കേട്ടോ. എനിക്ക് ഈ കീ ചെയിൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു ഡോൾഫിൻ്റെ ഈ കീ ചെയിൻ മേടിച്ചു കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിറ്റ് ലോസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ മീനൂട്ടി പറയുന്നത് എൻ്റെ ഡ്രസ്സും നെയിൽ പോളിഷൊക്കെ ഈ കളറാണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, ശരിയാണ്, എൻ്റെ ഈ കുഞ്ഞു ഡോൾഫിൻ്റെ കളർ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സും നെയിൽ പോളിഷൊക്കെ. അപ്പോൾ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പിങ്കിൽ ഇങ്ങനെ ഗോൾഡൻ കളറ് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ദേ അവർ മേടിച്ച കീ ചെയിനാണ് കേട്ടോ ഈ ഗോൾഡൻ കളറിൻ്റെ. പിന്നെ ദേ നമ്മളടുത്തത് പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ഏരിയ ആണ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ പാനിപ്പൂരി കഴിക്കാറുണ്ട്. നമ്മളെപ്പോൾ വരുമ്പോഴും പാനിപ്പൂരി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സമയത്തും ഓരോ സ്പെഷ്യലാണ് നമ്മൾ കഴിക്കാറ്. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കയറി. പാനിപ്പൂരി ഞാൻ അധികം കഴിക്കാറില്ല, എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചു. ഇതിൽ വെള്ളം നല്ല ക്ലീൻ ആയിട്ടേക്ക് തോന്നി കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വല്ലാതെ മസാല കൂടുതൽ ഇട്ട പോലെ തോന്നുവേ. അപ്പോൾ നമ്മളിവിടുന്ന് ദേ മസാലപ്പൂരി പാനിപ്പൂരിയൊക്കെ കഴിച്ചേ. കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറച്ച് കടകൾ ഇങ്ങനെ കുറവുണ്ടെന്ന് തോന്നി കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം പറയുമ്പോൾ നമ്മുടെ റോഡൊന്നും ഇത്ര വീതി ഉണ്ടായിരുന്നില്ല, ഫുള്ള് കടകളായിരുന്നു 2 സൈഡും. ഇപ്രാവശ്യം റോഡ് വീതി കൂടിയെന്ന് കൊണ്ടാവാം കടകളൊക്കെ കുറച്ച് കുറവാണ്. അങ്ങനെ നമ്മളിത് ഈ പാനിപ്പൂരിയൊക്കെ എല്ലാവരും കഴിച്ചു. പാനിപ്പൂരി മസാലപ്പൂരിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കോഴിക്കോട് ഹൽവയൊക്കെ കണ്ടു. ഇനി നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ച് നമ്മുടെ മലപ്പുറത്തെ അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കുകയാണ് അമ്മായി. പിന്നെ ലച്ചൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ ഇവിടെ.
അപ്പോൾ നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. അത് പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കാമല്ലോ. അപ്പോഴാണ് ഈ ഒരു വള കണ്ടത് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പണ്ടെങ്ങനെ ചുറ്റുവള അങ്ങനെ എന്തോ മറ്റെയാണ് ഇതിൻ്റെ പേര്. ഭയങ്കര ക്രേസായിരുന്നു എനിക്ക് പണ്ട് കേട്ടോ. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇത് എവിടെ കണ്ടാലും നമ്മൾ വാശി പിടിച്ച് അമ്മേനെ കൊണ്ട് മേടിപ്പിക്കുക. അപ്പോൾ ദേ ഇതിൻ്റെ 2 ജോഡി പിങ്കും റെഡും ഞാൻ ലച്ചുട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. മിക്ക കടകളിലും നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ നടക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിങ്ങനെ വെറുതെ നടക്കാനും ഒരു രസമാണ്. അപ്പോഴാണ് നമ്മുടെ അന്യം നിന്ന് പോകുന്ന നമ്മുടെ കൈ നോക്കുന്ന ഒരു അമ്മൂമ്മേനെയൊക്കെ കണ്ടത്. അപ്പോൾ ഒരാളുള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരം വന്നതിൽ ഒരാളിനെ കണ്ടുള്ളേ. ശേഷം നമ്മളിതേ ഐസ്ക്രീം കഴിച്ചു. ചോക്കോബാർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വെടിക്കെട്ടിൻ്റെ ടൈമായി എന്ന് കേൾക്കണ്. അപ്പോൾ ഞങ്ങൾ വേഗം ദേ അത് കഴിച്ച് വരുന്ന വഴി നമ്മുടെ ഒരു കസിനെയൊക്കെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇന്നലെയും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലത്തേക്കാളും കൂടുതൽ ടൈം ഇന്നുണ്ടാവും. അപ്പോൾ ദേ നമ്മുടെ ഗംഭീരമായ വെടിക്കെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെടിക്കെട്ടിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. അപ്പോൾ നമ്മൾ ഇതേ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. ഗംഭീരമായിരുന്നു വെടിക്കെട്ട്. അപ്പോൾ നമ്മൾ ഇതേ തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. തിരിച്ച് പോരുന്ന വഴി നമ്മൾ പൊരിയും മുറുക്കൊക്കെ മേടിച്ചു. അപ്പോൾ ദേ നമ്മൾ തിരിച്ച് പോരുന്ന വഴി നമ്മുടെ കസിൻസിനെയൊക്കെ ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ ദേ ഈ കാണുന്നവരെല്ലാം നമ്മുടെ അമ്മമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലായിരിക്കും നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നത്. പകുതിയിലധികം പേരും കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ താലപ്പൊലി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിശേഷ സമയങ്ങളിലൊക്കെയാണ് ഇവരിനെ കാണാൻ പറ്റുക കേട്ടോ. നമ്മൾ നമ്മുടെ കസിൻസിൻ്റെയും നെയ്ബേഴ്സിൻ്റെയൊക്കെ മാരേജിന് പോണ സമയത്ത് ചില ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും നമ്മളറിയോ ആരാണെന്നൊക്കെ പറയാമെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, അറിയാൻ പറഞ്ഞിട്ട് പെട്ടെന്നൊരു പിൻവാങ്ങൽ. അപ്പോൾ അതുപോലുള്ള സന്ദർഭങ്ങളും നമ്മുടെ ഈ താലപ്പൊലിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ തിരിച്ച് പോരുന്ന വഴി പാടവൊക്കെ തന്നെ നമ്മുടെ അമ്മമ്മയുടെ വീടിൻ്റെ അവിടേക്ക് കയറുന്നതിന് മുൻപായിട്ട് ഒരു കുളമുണ്ട്. ആ കുളമൊക്കെ ഇപ്പോൾ വറ്റി വരണ്ടുണ്ട് കേട്ടോ. തരിശ് ഭൂമി പോലെ കിടക്കണ്ടേ. പണ്ട് അവിടേക്ക് ഒരുപാട് വന്ന് കുളിച്ചിട്ടും പിന്നെ അമ്മമാരുടെ കൂടെ വന്ന് കളിക്കാനൊക്കെ വരും കേട്ടോ. നമ്മൾ പോണ വഴി പുതിയൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മുന്തിരിവള്ളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് പഴയ വീടുകളാണ്. ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീട് കേട്ടോ. പിന്നെ മതിലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒത്തിരി വീടുകളുണ്ട്. അതിലൊരു ഇടവഴി പോലെയായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ വരുന്ന രീതിയിൽ പാത ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ പോണ വഴിയിൽ കണ്ട ഒരു നെയ്ബറിൻ്റെ വീടാണ്. ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഉണ്ട്. ഒത്തിരി പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് മുതലേ ഇവർ ഒത്തിരി പൂക്കൾ ഉണ്ടാക്കും കേട്ടോ. അന്ന് മതിലിന് പകരം ബുഷ് ചെടികളും പിന്നെ ഇതുപോലെ മുല്ല ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം മതിലൊക്കെ കെട്ടി മതിലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനോടൊക്കെ പോണ വഴിയിൽ കണ്ട് സംസാരിച്ച് നമ്മുടെ ഓർമ്മകളൊക്കെ പുതുക്കിയിട്ട് അങ്ങനെ അമ്മയുടെ വീട്ടിലൊക്കെ ചെന്നു. അവിടെ ഇതേ അമ്മായിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതേ നമ്മുടെ പിങ്കി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നല്ല സങ്കടം ഉണ്ട് അവൾക്ക്. കാരണം 2 ദിവസമായി കുറച്ച് നേരെ വീട്ടിൽ ആളുണ്ടാവുള്ളൂ. എല്ലാവരും ഓരോ യാത്രകൾ പോവുകയാണ് പറയുകയാണ് അവൾ. അപ്പോൾ ദേ അവൾക്ക് നമ്മൾ മുറുക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുറുക്ക് കൊണ്ടുവന്ന് അവൾ വേഗം മാമൻ്റെ അടുത്ത് പോയി ഇരുന്ന് കഴിക്കണ്ടേ. അവൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം മുറുക്കൊന്നും കൊടുക്കണില്ല, എങ്കിലും അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മുറുക്ക് കൊടുക്കണ്ടേ. പിന്നെ ഈ മുറുക്കൊക്കെ കഴിച്ച് സുന്ദരി കുട്ടി എല്ലാവരുടെ അടുത്തും പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിങ്കീനെ. പിങ്കി പറയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പിങ്കിക്കുട്ടി ഇതേ എല്ലാവരുടെ കൂടെയും നിന്ന് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചു. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് ഒരുപാട് നടന്നു കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, എങ്കിലും പിങ്കീനെ കണ്ടു കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ മാറും കേട്ടോ. ആള് എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് താലപ്പൊലിക്ക് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ അമ്മായിയുടെ സിസ്റ്ററിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുഞ്ഞി കമ്മലുകളും പിന്നെ മോതിരവും വളയും മാലയും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ലച്ചൂട്ടിക്കും
അബിക്കുട്ടനൊക്കെ ആയിട്ട് മേടിച്ച മോതിരമാണ് ഇത് കൊള്ളുമെന്ന് അറിയില്ല. അവൾ ചില സമയത്ത് പെട്ടെന്ന് നല്ല തടി കുറയും, ചില സമയത്ത് ചെറിയൊരു തടി വയ്ക്കും. ഈ വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടില്ല കേട്ടോ. ഈ വള പണ്ട് ഇടാൻ ഒരുപാട് കൊതിയുണ്ടായിരുന്നേ. അപ്പോൾ ചില സമയത്തൊക്കെ അമ്മ മേടിച്ച് തരും അമ്മയ്ക്ക് കഴിയുന്ന സമയത്ത്. അപ്പോൾ ചില സമയത്ത് മേടിക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും. അപ്പോൾ ഈ നൈറ്റ് നമുക്ക് സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തിക്ക് കറിയായിട്ട് നമ്മുടെ ഉച്ചത്തെ ചിക്കൻ വരട്ടിയതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൈസ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നൈറ്റിന് വേണ്ടിയിട്ട് പിന്നെ പുട്ടാണ് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ അതേ പുട്ടും എല്ലാം ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാത്തിനും കുറച്ച് പീസ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ഞാൻ എല്ലാത്തിനും ചിക്കൻ കറിയും പുട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി നമ്മുടെ ചിക്കൻ വരട്ടിയതും പിന്നെ കുറച്ച് റൈസും. അങ്ങനെ നമ്മുടെ ഗംഭീരമായ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ പിങ്കിയായിട്ട് കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തു. അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇനി നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് അവർ പോകുന്നതിന് മുന്നേ നമ്മളൊരു സ്പെഷ്യലായ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോകുന്നുണ്ട്, ഞാനും അനിയനും ഉണ്ട്. അമ്മയും പിങ്കിയും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളൊക്കെ പുറപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പിങ്കി സങ്കടപ്പെട്ട് നോക്കണ്ടേ. അപ്പോൾ അമ്മായിയും അവരൊക്കെ ആ സ്പെഷ്യൽ സ്ഥലത്തു നിന്ന് തിരിച്ച് നേരെ അവരുടെ വീട്ടിലോട്ട് പോവേ. അപ്പം ഞാൻ അനിയനും കൂടി തിരിച്ച് വരും വീട്ടിലോട്ട്. പിങ്കി ടാറ്റ. അപ്പൊ ദേ അനിയന്റെ പ്രശംസ കേട്ടിട്ട് എല്ലാവരും കൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് നമ്മുടെ റോഡ് പണി നടക്കുന്നത് കേട്ടോ. റോഡ് പണി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഇനി ചുറ്റി വിളഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ പോണ വഴിയിൽ കണ്ടതാണ് ഒരുപാട് തുണിക്കടകൾ കേട്ടോ. ഇത്രയും തുണിക്കടകൾ ഫുള്ളും ഒരു ഏരിയയിലല്ലേ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ വഴിയൊക്കെ വരുന്നത്. ഏകദേശം നമ്മുടെ പാലക്കാടുള്ള കൽപ്പാത്തി പോയ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കുറേ കരിമ്പുഴ നമ്മുടെ ഗവൺമെൻറ് സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അമ്പലം, നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ. ആ അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ടാണ് റോഡ്, ഒരു ഇട റോഡാണ്, ടാറൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് കൂടെ പോയിട്ട് പിന്നെ വേറൊരു വഴി എത്തുന്നു. അങ്ങനെ കുറേ ദൂരം പോണ പോലെ എനിക്ക് തോന്നി. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ പോയെന്നെ. അപ്പം ഇവന് വഴി അറിയാം, എളുപ്പവഴിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകണേ കേട്ടോ. അപ്പോൾ ഇതേ അമ്മായി അവരൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ചില സമയത്തൊക്കെ അവിടുത്തെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് ഏകദേശം ആ ഒരു പോയിൻ്റ് വെക്കുന്നത് ആ ഒരു ശിവൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതേ ബോർഡുകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവന് വഴി തെറ്റിയിട്ടോ. ഞങ്ങളൊരു 4-5 കിലോമീറ്റർ ഉള്ളിലോട്ട് ചെന്നെത്തി കേട്ടോ. അപ്പോൾ വഴി തെറ്റിയിട്ട് പിന്നെ അവൻ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ വന്ന വഴി കേട്ടോ. അപ്പോൾ പിന്നെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ആ ഏരിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ എരിവും പുളിയും കള്ളുഷാപ്പാണിത്. അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയുടെ ഏകദേശം മിക്ക ഭാഗങ്ങളും അമ്മായിക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ കള്ള് ഷാപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പരാതി പറയുന്നുണ്ട്, ഇത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ സ്പെഷ്യലൊന്നും കിട്ടിയില്ലെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴി തെറ്റിയതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. റൂമൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അവർ കള്ളൊക്കെ കൊണ്ടുവന്ന് നല്ല കള്ളിൻ്റെ മണം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാലക്കാട്ടിലെ ചെന്തെങ്ങിൻ്റെ കള്ളുകളുണ്ടത്, ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കണ്ടേ. ടേസ്റ്റ് നോക്കല്ല, കുറച്ചൊക്കെ കുടിക്കും. അപ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ തോട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ പുഴേൻ്റെ സൈഡുള്ള തോട്ടത്തിൽ ഞങ്ങൾ കള്ളി ചെത്താൻ കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ, അപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും തോന്നില്ല. അപ്പോൾ നല്ല ഇത് ഏകദേശം ആ ഒരു ടേസ്റ്റ് അങ്ങനെ തോന്നിയുള്ളൂ കേട്ടോ. നമ്മുടെ തെങ്ങിന്ന് ചെത്തിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ദേ നമ്മളിവിടെ ക്രാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കക്കയാണെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞങ്ങൾ മുൻപ് വന്നപ്പോൾ കഴിച്ച കക്കയുടെ ടേസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ പൊറോട്ടയും അതാണല്ലോ കോമ്പിനേഷൻ. അപ്പോൾ പൊറോട്ടയാണ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്തത്. അപ്പോൾ പൊറോട്ട, പിന്നെ കക്ക, പിന്നെ ഞങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കൊണ്ടാട്ടം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഞണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കപ്പ ഞാൻ അധികം കഴിക്കില്ല, എങ്കിലും കപ്പ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായി പറയുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമാണ്. ചിക്കൻ കൊണ്ടാട്ടം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ പൊറോട്ടയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ എരിവും പുളിയിലെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ കള്ളും നല്ല കള്ളായിരുന്നു. പിന്നെ ഫ്രഷ് കള്ളൊക്കെ നമ്മൾ കുടിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഫീലൊന്നും തോന്നില്ല. അപ്പോൾ ദേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെവി ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഒരു ഉറക്കമാണ് സാധാരണ. പക്ഷേ നമുക്ക് കുറച്ച് ദൂരം പോവാണ്ട്. അപ്പോൾ നമ്മളിതേ പരാതി പറയുന്നുണ്ട് കേട്ടോ, അമ്മായി വഴി തെറ്റിയില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾ ഒരു 4-5 കിലോമീറ്റർ ആദ്യം പോയി, പിന്നെ ആ വഴി തന്നെ തിരിച്ച് റിട്ടേൺ വന്നു. അവർക്കൊക്കെ മനസ്സിലായി നമ്മൾ വഴി തെറ്റിയെന്ന്. അപ്പോൾ ഇതേ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഫുഡ് ഒക്കെ കഴിച്ച് എരിവും പുളിയിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴി അവരങ്ങനെ ചെറുപ്പളശ്ശേരി വഴി അങ്ങനെ അവർ മലപ്പുറം കോഴിക്കോട് പോവും. അപ്പോൾ ദേ ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. തിരിച്ച് പോരുന്ന വഴി നമുക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി കേട്ടോ. ശ്രീകൃഷ്ണപുരം വഴി അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. അപ്പോൾ ദേ അമ്മായിയും അവരൊക്കെ ദേ നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മൾ വഴി തെറ്റിയിട്ടാണെങ്കിലും ഇത്ര ദൂരം വന്നതിന് കാര്യം ഉണ്ടായിട്ടോ. നമ്മൾ മിക്കവാറും ഈ ഭാഗത്തേക്ക് നമ്മൾ വരാറുണ്ട്, കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് ഫുഡ് മാത്രം വേണ്ടവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഉണ്ട് റൂമൊക്കെ. അപ്പോൾ ദേ അവർ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. നമ്മളിതേ യാത്ര പറഞ്ഞ് തിരിച്ച് പോരുകയാണ്. നമ്മൾ തിരിച്ച് പോരുന്ന വഴി ഉമ്മനേഴിയിൽ നിന്ന് പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ടീ ആൻഡ് ട്രീറ്റ് പറഞ്ഞൊരു കഫേയാണ് ഇവിടെ. നല്ല അടിപൊളിയായിട്ടുള്ള ബർഗറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് കണ്ടിട്ട് വീഡിയോ അയച്ചേ. അപ്പോൾ ഇതേ നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിങ്കി നല്ല കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിങ്കി വന്ന ഉടനെ ഇങ്ങനെ അവളെടുത്ത സമയത്ത് അവൾക്ക് കയ്യിൽ മണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയായാലും ഒരു ചെറിയൊരു മണം കിട്ടുമല്ലോ. അപ്പോൾ അതിന്മേൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, പിന്നെ ദേ കയ്യും മണക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ 2-3 ദിവസത്തെ വീഡിയോയും കൂടി കൂട്ടിയിട്ട് ഒരു വലിയ വീഡിയോ ഇട്ടതാണ് ഞാനിന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിങ്കി കയ്യിൽ മണൊക്കെ പിടിച്ചിട്ട് മാറി പിണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അവളെ കൊണ്ടായില്ല